ഇൻഡിവിജ്വാലിറ്റിയാണ് നിങ്ങൾ ടാപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ട്രോളന്മാരാണ് ഇത് വേറെ രീതിയിൽ ആക്കണത്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എടുത്തോണ്ട് പോയിട്ട് നമ്മുടെ എടുത്തോണ്ട് പോയിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ കട്ട് ചെയ്യും. മീഡിയ ഒരാളുടെ ചോദിക്കുമ്പോൾ ആ കമ്പാരിസൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി ഏറ്റവും കൂടുതൽ എത്ര നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് മകനായതുകൊണ്ട് ഈ കമ്പാരിസൺ കൊണ്ടുവരുന്നു. അതിന്റെ പേരിൽ ഒത്തിരി കമ്പാരിസൺ നടക്കുന്നുണ്ട്. സിമിലാരിറ്റി ഫീൽ ചെയ്ത വളരെ ഓബ്വിയസ് ആയി സിമിലാരിറ്റി കാണും. അച്ഛന്റെ മകൻ തന്നെ അല്ലേ, സിമിലാരിറ്റി അവിടെ കാണും. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന്റെ ഇൻഡിവിജ്വാലിറ്റിയെ കൂടുതൽ ടാപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഐ തിങ്ക് കുറച്ചും കൂടെ മീഡിയ കൾച്ചർ തന്നെ ബെറ്റർ ആവും. ഞാനിത് പല രീതിയിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ലൈക്ക് ഐ സെഡ് കുറച്ചുകൂടെ വാക്കുകൾ പ്രവൃത്തിയിലൂടെ സ്പീക്ക്ലെസ് അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഗോകുലേട്ടനാണെന്നിങ്ങനെ സിനിമയിൽ കാണുമ്പോൾ പഴയ സുരേഷ് ചേട്ടനെ കാണുന്ന ഒരു ഫീല് എനിക്കൊരു സീനിൽ തോന്നിയില്ല. അതിപ്പോ സോഷ്യൽ മീഡിയ ഭയങ്കര തരംഗാണ്. എല്ലാവരും പറയുന്നുണ്ട് സുരേഷ് ചേട്ടൻ മറ്റേ ഭരചന്ദ്രനിലെ സുരേഷ് ചേട്ടനെ കണ്ടവരോട് പോകുന്ന ഒരു പോസ്റ്റ് ഒക്കെ ഇടയ്ക്ക് കാണാം. എനിക്ക് ഭരചന്ദ്രനല്ല, ഭരചന്ദ്രനൊക്കെ ഒരുപാട് മുന്നേ ഉള്ള കമ്മീഷണർ സമയത്തുള്ള അച്ഛനെ കൂടുതൽ എനിക്ക് അതാണ്. കമ്മീഷണർ സമയത്ത് പിന്നെ വേറെ എന്താണ് പറയാനുള്ള എനിക്ക് അതല്ലാതെ പറയാനുള്ള എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാർ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ വിശ്വചേട്ടനാണെങ്കിലും അഭിലാഷ് റൈറ്റർ ആക്ടേഴ്സ് എന്ന് പറയുന്നത് സൈജു ചേട്ടനാണ് എൻ്റെ ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അർജുൻ ചേട്ടനായാലും ബാലു ചേട്ടനായാലും ബോബി ചേട്ടൻ എവരിബഡി they did a good job. ഒരു നല്ല വെൽ ഗ്രൗണ്ടായിട്ട് ചെയ്തിരിക്കുന്നു. അടുത്ത പടം വരാനുള്ളത് ഇനിയിപ്പോൾ അടുത്ത പ്രോജക്റ്റ് അംഗം അട്ടഹാസം ഒരു സിനിമ പല അത് കഴിഞ്ഞ് ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി മൈ ഫോർത്ത് റിലീസ്. ഇനിയിപ്പോൾ ഈ ട്രോളുകളൊക്കെ ഒത്തിരി വരാറില്ലേ, അപ്പോൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യണേ? എനിക്ക് മാത്രമായിരുന്നു അല്ല, കുറേ മോശമായിട്ട് ട്രോളുന്നുണ്ട്. മനുഷ്യരറിഞ്ഞ് അവർ നിർത്തുന്നില്ലേ. ഞാൻ അഭിപ്രായം പറഞ്ഞല്ലല്ലോ അവർക്ക് മനസ്സിലാക്കുന്നത്. ഈ പറയാവുന്ന അവന്റെ കരിയർ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അന്ന് ഞാൻ ഉത്തരം തരാം. ഒരുപാട് ഈ ഹൊറർ മൂവി മറ്റേ കോൺജറിങ് ആണെന്ന് പറഞ്ഞു പോയി കാണാൻ ഇരിക്കരുത്. അത് ഇവരൊരു ഫാമിലി എന്റർടൈനർ തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഒരു ഫാമിലി എന്റർടൈനറായിട്ട് ഈ സിനിമ എനിക്ക് വർക്കായിട്ട് പ്യോ ഹൊറർ മൂവി അല്ലല്ലോ. ഐ തിങ്ക് അങ്ങനെ ആൾക്കാർ കുറച്ച് വേർതിരിച്ച് കാണാനായിട്ട് എനിക്ക് ആ വേർതിരിപ്പോടെ കാണാനായിട്ട് കറക്റ്റ് സമയത്ത് യൂസ് ചെയ്യാനായിട്ടുള്ളത് ഐ തിങ്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിനിമകൾക്ക് ആദ്യമേ ഇത്ര ഹൈറ്റ് കിട്ടത്തില്ല. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഈ ഒരു ഹൊറർ മൂവി എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് മേ ബി ആ ഒരു പ്യോ ഹൊറർ മൂവിയുടെ ഇത് കിട്ടാത്തതിന്റെ ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും അവർ ആദ്യത്തെ ദിവസങ്ങൾ എക്സ്പ്രസ് ചെയ്തത്. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. അവരെന്താണ് ഉദ്ദേശിച്ചത് അത് അവർ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ഫാമിലി എന്റർടൈനറാണ്, ഒരു ഹൊറർ തീമുള്ള ഒരു ഫാമിലി എന്റർടൈനറാണ്. കോമഡി എനിക്ക് വർക്ക്ഔട്ടായി ടു ദ മോസ്റ്റ് പാർട്ട്. യെസ്, ചേട്ടന്റെ ഒരു മാനറിസം അച്ഛനെ പോലെയൊക്കെ തോന്നിയായിരുന്നു. എനിക്ക് ഒരു സീനിൽ തോന്നിയായിരുന്നു, നീ വരും എന്ന് പറയുന്ന ഒരു ഓക്കെ അല്ലേ.